ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് ഷുവർ ആണ് ഈ ഒരു വീഡിയോ മെൻസ്ട്രൽ കപ്പ് ഇനി യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്കും യൂസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചവർക്കും ഒക്കെ ഈക്വലി യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ ഒരു വീഡിയോ എന്നല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ കാണുവാണെങ്കിൽ അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണണം. എന്നാലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നിട്ടും നിങ്ങൾ കൺവിൻസിങ് ആയിട്ടില്ലെങ്കിൽ മറ്റൊരു വീഡിയോയും കൂടെ കണ്ടു നോക്കുക, കുറച്ചും കൂടെ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നോക്കുക. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂസ് ചെയ്യണോ എന്താണ് അതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത് യൂട്യൂബിലാണ്. അങ്ങനെ ഞാൻ അസ്വി മലയാളം എന്നുള്ള ചേച്ചിയുടെ വീഡിയോ ആണ് കേട്ടോ കണ്ടത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ 5 years ബാക്ക് ആണ് അസ്വി മലയാളം ഈ ഒരു വീഡിയോ ഈ ഒരു സബ്ജക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ തിങ്ക് ചെയ്തു അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത്. ദെൻ എന്തുകൊണ്ട് ഞാൻ ഇത്ര വൈകിയെന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയിട്ടോ. സോ ഞാൻ എൻ്റെ അടുത്തുള്ളവരടുത്തും അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും ഒക്കെ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഞാനൊന്ന് മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ആ ഒരു മൊമെന്റിൽ ഞാൻ തീരുമാനിച്ചു എന്തായാലും എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം. ഇത് നമ്മൾക്ക് ആണെങ്കിലും അതല്ലെങ്കിൽ എൻവയോൺമെന്റിനാണെങ്കിലും എല്ലാം ഈക്വലി നല്ലതാണ്. സോ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് വിചാരിച്ച് ഞാൻ ആമസോണിനാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല പല ബ്രാൻഡ്സ് അവർ യൂസ് ചെയ്ത് പലരുടെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയൊന്നും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് അറിയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അതിന്ന് ഞാൻ ഡയറക്ട്ലി വാങ്ങിയിട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നായിരുന്നു. ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർമസിയുടെ മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 rupees ആണ് കേട്ടോ. ആൻഡ് നമുക്ക് എപ്പോഴും ഇതൊരു 250 ഉള്ളിലൊക്കെ കിട്ടാറുണ്ട്. ഞാൻ വാങ്ങിച്ചതും 250 നിയർ ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. നമുക്ക് 3 സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത്, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. സ്മോൾ സൈസ് വരുന്നത് ടീനേജേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് മീഡിയം എന്ന് പറയുന്നത് ബർത്ത് ബൈ സി സെഷൻ, നമുക്ക് ഡെലിവറി കഴിഞ്ഞവര്, അതായത് സി സെഷനിലൂടെ ഡെലിവറി കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് മീഡിയം എന്ന് പറയുന്നത്. ആൻഡ് ലാർജ് എന്ന് പറയുന്നത് നോർമൽ ബർത്ത് നടന്നിട്ടുള്ള, അതായത് നോർമൽ ഡെലിവറി നടന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാർജ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം ആണ് കേട്ടോ. ഞാൻ നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം ആണ്. പിന്നെ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബോഡി സ്ട്രക്ചറിനനുസരിച്ചിട്ടും അത് മാറ്റം വരും. അതിനനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇതിന്റെ പാക്കേജിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മെൻസ്ട്രൽ കപ്പും ഇതുപോലത്തെ ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് വരുന്നത്. നമുക്കിത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. ദെൻ അതിൽ നമുക്കൊരു ഇതുപോലൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഉള്ളത് കേട്ടോ. സോ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ തന്നെ നല്ല സേഫ് ആയിട്ട് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമുക്കൊരു ഹൈജീനിക് പ്രോബ്ലമോ അല്ലെങ്കിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കംഫർട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല. അതിനായിട്ട് നമുക്ക് നല്ലൊരു പാക്കേജിങ്ങിലാണ് അവർ തന്നിട്ടുള്ളത്. ഇത് 100% സിലിക്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 to 10 hours ആണ് നമുക്കിത് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിന്റെ ഒരു ഷേപ്പ് പറയുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. ആൻഡ് ഇതിലൊരു ഫ്ലെക്സിബിൾ റിം ഉണ്ട്. ഈ ഒരു കട്ടിയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലൊരു സക്ഷൻ ആയിട്ട് പ്രവർത്തിക്കും. കാരണം നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ഒരു സക്ഷൻ ആയിട്ട് നല്ല ഒരു താഴോട്ട് പോരാതെ നല്ല രീതിയിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിമ്മിന്റെ താഴെയായിട്ട് 4 ഹോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാക്യൂം കംപ്രഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ഷേപ്പ് ആണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ ഫിക്സിംഗ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം കംഫർട്ട് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നമുക്ക് അവൈലബിൾ ആവുന്ന എല്ലാ മെൻസ്ട്രൽ കപ്പും ഏകദേശം ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ദെൻ വരുന്നത് ഈ ഒരു സ്റ്റെം ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത്രയാണ് ഈ ഒരു കപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇതിൽ അതിന്റെ ഒരു മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 7.5 ml 15 ml എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു. കാരണം നമ്മളുടെ ടെക്നോളജീസ് വളരുന്നതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആവണ്ടേ. എപ്പോഴും നമ്മൾ ഒരു പഴയ രീതി മാത്രം യൂസ് ചെയ്താൽ പോരല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നി. ടെക്നോളജീസ് ഒക്കെ ഇന്നോവേഷൻസ് ഒക്കെ വരുന്ന പോലെ തന്നെ നമ്മളും അതിലേക്ക് അഡ്വാൻസ്ഡ് ആവണമെന്ന് ഞാനും തീരുമാനിച്ചു. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് പർച്ചേസ് ചെയ്യുന്നത്. സോ ഞാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം എൻ്റെ മെൻസ്ട്രൽ ഡേറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. സോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർ മൈ പീരിയഡ്സ് 3rd ഡേ ആയിരുന്നു. 3rd ഡേ നൈറ്റ് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവുന്നത്. എനിക്ക് കമ്പാരിറ്റീവ്ലി 3rd ഡേ നൈറ്റ് അങ്ങനെ മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവാറില്ല. സോ എനിക്ക് തോന്നി അതന്നെയായിരിക്കും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ടൈം. കാരണം നമുക്ക് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയില്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കും. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഒരു ട്രൈയിങ് എന്നുള്ള രീതിയിൽ ഞാൻ 3rd ഡേ നൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് പല രീതിയിൽ പൊസിഷൻസ് ഉണ്ട്. സ്കോട്ടിംഗ് രീതി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട്, യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട്, അങ്ങനത്തെ കുറച്ച് പൊസിഷൻസ് ഉണ്ട്. ഞാൻ പിക്ചേഴ്സ് ഇവിടെ കൊടുക്കാം. സോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് യൂറോപ്യൻ ക്ലോസറ്റിൽ നോർമലി നമ്മൾ ഇരിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. പക്ഷെ അത് എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. മീൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ, ഞാൻ അങ്ങനെ മീൻസ് എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ട്രൈ ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു കപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഈ ഒരു രീതിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു രീതിയായിരുന്നു. ഇതിന് എന്താണ് പേരെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. ഈ രീതിയിലാണ് ഇപ്പൊ ഞാൻ എൻ്റെ സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവൾ ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ പകുതിയായി മടക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് കംഫർട്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഫസ്റ്റ് ഇങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇത് എനിക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ മറ്റു വീഡിയോസൊക്കെ കണ്ടതിൽ പിന്നെ എനിക്ക് അപ്പോഴും ഒരു കൺവിൻസിങ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു പോയിന്റിങ് മെത്തേഡാണ്. ഈ ഒരു രീതിയിലാണ് എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം മാക്സിമം ഇത് താഴോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം മാക്സിമം പോയിന്റ് ആക്കുക കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് പോയിന്റ് ആക്കാൻ പറ്റുമോ അത്രയും പോയിന്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് മാക്സിമം പുഷ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുക്കുക. നമ്മുടെ കൈ റിലീസ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരും. സോ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല ഫസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്ക് യൂസ് ചെയ്തതിൽ ഇപ്പം ഞാൻ 3 മന്ത് യൂസ് ചെയ്തു. അതിൽ എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ആ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ട് ഒന്നുകൂടെ മുകളിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നു. ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടിനായിട്ട് ഒരു പാൻറ്റി ലൈനറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാഡോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫിക്സ് ആയോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ജസ്റ്റ് നമുക്കൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലീക്കേജ് അഥവാ ഉണ്ടായാലോ എന്ന് പേടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ.
സോ അപ്പൊ അങ്ങനെ ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്തു, ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു. ഞാൻ രാത്രിയാണ് ഞാൻ കിടന്നു കേട്ടോ. അപ്പൊ ആ കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയോ നമുക്ക് ഇങ്ങനെ തട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഈ ഒരു കപ്പിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ഭാഗമാണല്ലോ. സോ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ഇൻസേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു പെയിൻ ഉണ്ടായിരിക്കും. നമ്മുടെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ജെനൈറ്റൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു റഫ് എന്നല്ല, ബട്ട് എന്നാലും നമ്മൾ കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ കുറച്ച് ഈ ഒരു കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അത് വിചാരിച്ചിട്ട് ആരും പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിരിക്കും. അപ്പൊ ഞാൻ ഇൻസേർട്ട് ചെയ്തു. പിന്നെ ഞാനത് കറക്റ്റ് ആണോ എങ്ങനെയെന്നൊന്നും കൂടുതലൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ എനിക്ക് അറിയാം അധികം ഫ്ലോസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ എനിക്ക് അത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു മനസ്സ് തോന്നിയില്ല കേട്ടോ. ഓക്കെ, എങ്ങനെയാണെങ്കിലും അവിടെ ഇരുന്നോട്ടെ, പിന്നെ നമുക്ക് നോക്കാന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് പോന്നു. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. ചെരിഞ്ഞ് കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ എണീക്കുമ്പോഴും ഒക്കെ എനിക്കൊരു പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എവിടേക്കോ തട്ടുന്ന പോലെ ഒന്ന് നമുക്കിങ്ങനെ ഉരസുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ചെറുതായിട്ട് സ്റ്റെയിൻസ് എൻ്റെ ഡ്രസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ, പാൻറ്റീസിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് കുഴപ്പമില്ല. എന്നാലും എനിക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്താണല്ലോ അത് മനസ്സിലാവും. അപ്പൊ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വീണ്ടും ആഫ്റ്റർ കുളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ഇൻസേർട്ട് ചെയ്തു. സോ ആ സമയത്ത് ഞാൻ ഇൻസേർട്ട് ചെയ്തത് ഈ ഒരു പോയിന്റിങ് മെത്തേഡിലാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം ഇത് പോയിന്റിങ് ആക്കാൻ പറ്റുമോ അത്രയും പോയിന്റിങ് ആക്കുമ്പോഴാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. ഇത് യൂസ് ചെയ്തതിലൂടെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെനൈറ്റൽ ഏരിയയിൽ നമുക്ക് നല്ലൊരു പെയിന്, ചെറുതായിട്ടുള്ളൊരു പുകച്ചില്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഒരു ജെനൈറ്റൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു സിലിക്കോൺ മെറ്റീരിയൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യും റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. നമുക്ക് നല്ലൊരു എരിച്ചിൽ, പുകച്ചിലൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ച സമയത്തും ആൾക്കും അതുപോലെയായിരുന്നു. പക്ഷെ വേറെ വീഡിയോസിൽ ഞാൻ കണ്ടതിലൊന്നും എനിക്ക് ആരും അങ്ങനെ പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്കത് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് മെൻസ്ട്രൽ പീരീഡിൽ ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 3ാമത്തെ തവണ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു കംഫർട്ട് ലെവൽ വന്നിട്ടുണ്ടായിരിക്കും. ഞാനിത് യൂസ് ചെയ്തത് 3rd ഡേ മുതലാണ്. അതുകൊണ്ട് തന്നെ 3, 4, 5 ആ ഒരു സമയത്തൊന്നും അത്ര തന്നെ നമുക്ക് ഫ്ലോ ഉണ്ടാവില്ല, എനിക്ക് ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ഫസ്റ്റ് 2 ഡേയ്സ് മാത്രമേ ഫ്ലോ നന്നായിട്ടുണ്ടായിരിക്കുള്ളൂ, പിന്നെ നമുക്ക് അത്ര തന്നെ ഫ്ലോ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെയുള്ള ദിവസങ്ങളിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ അധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അധികം ഫ്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 8 to 10 hours വരെ നമുക്കിത് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാം, എന്നിട്ട് റിമൂവ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും അതിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. ചിലർക്ക് നല്ല ഫ്ലോ ഉള്ളവരായിരിക്കും, ചിലർക്ക് ചില ദിവസം തന്നെ 3-4 പാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ 2 പാഡ്സ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഫ്ലോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലർക്ക് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്താലും പ്രശ്നമില്ലാത്തവരായിരിക്കും. അത് നമുക്ക് ഓരോ യൂസ് കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ആ ഒരു പീരിയഡ്സ് ഡേറ്റിൽ ഞാനൊരു 3 ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ നെക്സ്റ്റ് പീരിയഡ് ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ നമ്മളൊരു പീരിയഡ് ഡേറ്റ് ആവുന്ന ആ ഒരു സമയത്തോട്ടൊക്കെ നമുക്ക് മെന്റലി കുറച്ച് പ്രോബ്ലംസ് വരും കേട്ടോ. കാരണം വെച്ചാൽ അയ്യോ ഇനിയും അത് യൂസ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് യൂസ് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണ്ട. പക്ഷെ എന്നാലും മനസ്സിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അയ്യോ നെക്സ്റ്റ് വരാൻ പോവുകയാണല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. സെക്കൻഡ് ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിങ് മെത്തേഡ് ആയിരുന്നു.
ആ ഒരു പോയിന്റിംഗ് മെത്തേഡിലൂടെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്കോട്ടിംഗ് പൊസിഷനിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഫസ്റ്റത്തെ രീതി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആവുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിംഗ് മെത്തേഡ് തന്നെ ആയിരിക്കും കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ സെക്ഷലി ആക്റ്റീവ് അല്ലാത്തവർ, അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്ക്വാട്ടിംഗ് പൊസിഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിംഗ് മെത്തേഡ് ആയിരിക്കും. കാരണം നമ്മുടെ ജനൈറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ഹോള് ഒരിക്കലും ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ പോലും അതിന്റെ പകുതി മാത്രമേ നമുക്ക് കുറഞ്ഞു വരത്തുള്ളൂ. ബട്ട് നമ്മളൊരു പോയിന്റ് പൊസിഷനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത്ര മാത്രമേ നമുക്ക് ആ ഒരു ഓപ്പണിങ് നമുക്ക് ആവശ്യമുള്ളൂ. സോ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പുള്ള് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് നമുക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതാണ് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം റിലാക്സ് ആയിട്ട് ഇരിക്കണം. നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ നന്നായിട്ടൊരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ നല്ല ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പാനിക്കായി അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ടൈറ്റ് ആവുകയാണ് ചെയ്യുക. നമ്മുടെ മസിൽസ് ഒക്കെ ഒന്നുകൂടെ ടൈറ്റ് ആവും. അപ്പൊ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. മാക്സിമം നമ്മൾ റിലാക്സ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ലൊരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് എന്നെ തന്നെ ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷമാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇത് ഉള്ളിലോട്ട് പോവോ, ഇനി നമുക്ക് കിട്ടില്ലേ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റെം എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്റ്റെമ്മാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഗ്രിപ്പ് നമുക്ക് ഉണ്ടായിരിക്കും. എനിക്ക് അത്യാവശ്യം ഇത്രയും ഗ്രിപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓവറാണ് ഈ ഒരു ഗ്രിപ്പ് എന്ന് തോന്നി കഴിയുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. നമുക്കിത് ഒരിക്കലും മുകളിലോട്ട് കയറി പോകത്തില്ല. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ കംഫർട്ടായിട്ട് അവിടെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്തിരുന്നിട്ട് പിന്നെ ചെയ്താലും മതി. പക്ഷെ ഒരിക്കലും പാനിക് ആവരുത്. മാക്സിമം നമ്മൾ ചെയ്ത് നോക്കുക. ഒരു തവണ യൂസ് ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ പാഡ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്കാണെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിനാണെങ്കിലും എല്ലാം ഈക്വലി ഗുണമുള്ള ഒരു കാര്യമാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു മെൻസ്ട്രൽ 7 ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്സിന്റെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു എമൗണ്ടിൽ. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ഒരു 10 ഇയേഴ്സ് വരെയൊക്കെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ 1 ഇയർ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്രയും ലാഭമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത, അതുപോലെ തന്നെ ടീനേജേഴ്സിന്റെ അടുത്താണ്. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത്, ടീനേജേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലും ആക്സസ് ഇല്ലാത്തൊരു പാർട്ടാണ് നമ്മുടെ ജനൈറ്റൽ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും അത് വരുന്നത്, എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് ആണോ, ഇത് ഓക്കെ ആയിട്ടാണോ ഇരിക്കേണ്ടത് എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒരിക്കലും ആക്സസ് ഇല്ലാത്തൊരു ഭാഗം ആയതുകൊണ്ട് തന്നെ അത്രയും കൺജസ്റ്റഡ് ആയിരിക്കും, ടൈറ്റ് ആയിരിക്കും നമ്മുടെ ബോഡി പാർട്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം റിലാക്സ് ആയിട്ട് ടൈം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓവർഫ്ലോ ഉള്ള ടൈമിൽ യൂസ് ചെയ്യാണ്ടിരിക്കാം. നമുക്ക് കുറഞ്ഞ ഫ്ലോ ഒക്കെ ഉള്ള ടൈമിൽ നമ്മൾ ഇത് ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് ചെയ്തു നോക്കാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ആയോ എന്ന് അറിയാനുള്ള 2 വഴി എന്ന് പറയുന്നത്, ഒന്ന് ആ ഒരു ഭം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ടാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് പുൾ ചെയ്ത് കൊടുക്കാം. അത് പുൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ് ജസ്റ്റ് ഒരു പ്രഷർ ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ഒരു തള്ളൽ ഫീൽ ചെയ്യുന്നു ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻസേർട്ടിങ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ആയെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നും.
പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കാലിട്ടൊന്ന് ഡാൻസ് കളിച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാല് ഒരു ജസ്റ്റ് പ്രഷർ കൊടുത്തിട്ട് 2 സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓക്കെ ആവും കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പുള്ള് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം ഒന്നും കൂടെ റിലാക്സ് ആക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് കറക്റ്റ് ആവാനുണ്ടെങ്കിൽ അത് ഓക്കെ ആയിക്കോളും. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മുടെ ബോഡിയിലുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈം ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നും. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും. ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് പോകെ 2 3 യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ടു ആവും കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേയും ശേഷവും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇതൊരു 5-10 മിനിറ്റ് നമ്മൾ ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പാക്കേജിങ്ങിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് സെയിം തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നല്ല സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഇത് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നതിന്റെ മുന്നേയും ശേഷവും നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്ലഡ് നമ്മൾ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നല്ല റണ്ണിങ് വാട്ടറിൽ ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. നോർമൽ ക്ലീനിങ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകാം. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിത് ആഫ്റ്റർ ഈ ഒരു 7 days കഴിഞ്ഞതിന് ശേഷം എടുത്തു വയ്ക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇട്ട് വെച്ചതിന് ശേഷം യൂസ് ചെയ്താൽ മതി. വീണ്ടും അടുത്ത മെൻസ്ട്രൽ പീരീഡ് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ 5 മിനിറ്റോ 10 മിനിറ്റോ ഇതുപോലെ നല്ല ബോയിലിംഗ് വാട്ടറിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത് ഇത് നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ താഴോട്ട് പുഷ് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഒന്നാമത് നമ്മുടെ ഈ ഒരു ഭാഗം നന്നായിട്ട് അവിടെ പ്രസ്സായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് പോരത്തില്ല. കാരണം പിന്നെ ഉണ്ടാകുന്നത് നമുക്ക് താഴോട്ടുള്ള ഒരു പ്രഷർ കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ യൂട്രസിന് അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. നമുക്കൊരു താഴോട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് ഇത്രയായിരിക്കും അതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് എൻ്റെ കൈ കുറച്ചൊന്ന് മുകളിലോട്ട് വെക്കും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളിക്കൊടുക്കും. താഴോട്ട് തള്ളിക്കൊടുത്തതിന് ശേഷം അപ്പം നമുക്ക് കുറച്ച് സ്പേസ് വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ താഴോട്ട് വലിക്കും. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ കൈ റിലാക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് കൈ ഇങ്ങനെ വിടത്തില്ല, ഇവിടെ തന്നെ പിടിച്ചുകൊണ്ട് റിലാക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടെ താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പം എനിക്ക് എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ചൊന്ന് താവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പെയിൻ ഇല്ലാത്ത രീതിയിൽ നമുക്കിത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു എൻഡിങ് നമുക്ക് കിട്ടിയാലുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ആക്കിയിട്ട് ഒരു പോയിന്റിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്കിതിങ്ങനെ പതുക്കനെ താഴത്തോട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ എടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. എനിക്കത് ഓക്കെ ആയിരുന്നു. കാരണം നമ്മളിത് ഈ ഒരു കപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സ്പില്ലായി പോകും. പക്ഷെ നമുക്ക് അത്രയൊന്നും വരത്തില്ലല്ലോ. നമ്മളൊരു ഈ ഒരു കറക്റ്റ് ഈ ഒരു ലൈൻ ആ ഒരു രീതിയിലാവുമ്പോഴായിരിക്കും നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരിക്കലും നമ്മൾ ഇതാ ഇവിടെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്യരുത്. അപ്പം മൊത്തമായിട്ട് നമുക്ക് സ്പില്ലാവുകയാണ് ചെയ്യുക. ബ്ലഡ് മൊത്തമായിട്ട് സ്പില്ലാവും. പിന്നെ ഫുൾ മെസ്സി ആയിരിക്കും. നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്കിത് ചിന്തിക്കുന്ന സമയത്ത് ഒരു മെസ്സി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്, നമുക്ക് പാഡ് വെച്ചാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് ഓക്കെ ആവും. നമുക്കിത് ഭയങ്കര കംഫർട്ടായിരിക്കും കേട്ടോ. നമ്മൾ പീരിയഡ്സ് ആണെന്നുള്ളൊരു തോന്നൽ പോലും നമുക്ക് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, സ്വിം ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ.
പിന്നെ പലർക്കും പല പൊസിഷൻ ആയിരിക്കും ഓക്കെ ആവുന്നത്. നമ്മുടെ ബോഡി സ്ട്രക്ചറിന് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓക്കെ ആവുന്ന രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. സ്ക്വാട്ടിംഗ് പൊസിഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂറോപ്യൻ ക്ലോസറ്റിൽ ഒരു കാല് മാത്രം വെച്ചതിന് ശേഷം അങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ യൂറോപ്യൻ ക്ലോസറ്റിൽ നോർമലി നമ്മൾ ഇരിക്കുന്ന പോലെ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അതിൽ അത്രയും പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഫുൾ സ്ക്വാട്ടിംഗ് പൊസിഷൻ ആണ് കേട്ടോ. ഇപ്പൊ പുറത്ത് നല്ല മഴ വരുന്നുണ്ട്, നല്ല ഇരുട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാ കുറച്ച് ഡിമ്മായത്. തുടങ്ങിയ സമയത്ത് നല്ല ലൈറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ നന്നായിട്ട് ഡിമ്മായി കേട്ടോ. സോ നിങ്ങൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ലീക്കേജ് വരുന്ന സമയത്ത് ലീക്കേജ് ആവാൻ ഒരു ടെൻഡൻസി വരുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയിട്ട് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾക്കും ഓരോ യൂസ് അനുസരിച്ചിട്ട്, ഓരോ തവണ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എപ്പോഴും ഒരു 2-3 സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ പെട്ടെന്ന് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല, ഞാൻ കുറച്ചേരം കൂടെ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് എനിക്ക് പുറത്തോട്ട് സ്റ്റെയിൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഉള്ളിലോ ടെൻഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും ലീക്കേജ് സംഭവിച്ചാലോ അല്ലെങ്കിൽ സ്റ്റെയിൻസ് വന്നാലോ എന്നൊക്കെ ഉള്ള ഒരു ഭയം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ തവണയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കുക, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര ഹവേഴ്സ് കഴിഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആ ഒരു ആദ്യത്തെ സമയങ്ങളിൽ, ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പീരിയഡ്സ് ഡേറ്റിലൊക്കെ നമുക്ക് ഇതിങ്ങനെ മനസ്സിലാക്കി എടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് പുറത്തു പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തത് 3rd month ആണ്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതായിട്ട്. അപ്പൊ എനിക്ക് ഏകദേശമുള്ള എക്സ്പീരിയൻസും എൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക പേരും 18 ഇയേഴ്സിൻ്റെ അടുത്ത് വരുന്നവരാണ്. കുറേ പേരുടെ കമൻസുകളൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. പലർക്കും പലയിടത്തും ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, മടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും കേട്ടോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.